എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ മുമ്പോട്ട് വരാനിരിക്കുന്ന 10th ലെവൽ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ഫെമിലറൈസേഷനായിട്ടാണ് ഈ സെഷൻ തുടങ്ങിയിരിക്കുന്നത്. ഈ സെഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഇന്ത്യ ബിംസ്റ്റെക് എന്ന സംഘടനയുടെ അംഗമാണ്. സംഘടനയുടെ ആസ്ഥാനം ധാക്കയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തേത്: 2004 പാകിസ്ഥാൻ ഈ സംഘടനയുടെ അംഗമായി. ഇതാണ് ചോദ്യം. താഴെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് അനലൈസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ഇന്ത്യ ബിംസ്റ്റെക് എന്ന സംഘടനയുടെ അംഗമാണ്. ശരിയാണ്. സംഘടനയുടെ ആസ്ഥാനം ധാക്കയാണ്. അതും ശരിയാണ്. 3, 2004 പാകിസ്ഥാൻ ഈ സംഘടനയുടെ അംഗമായി. ഇത് ശരിയാണോ? ഇത് തെറ്റാണ്. പാകിസ്ഥാൻ ഈ സംഘടനയുടെ അംഗമല്ല. ഇനി ബിംസ്റ്റെക് എന്താണെന്ന് പറയാം. എന്താണ് ബിംസ്റ്റെക്? ബിംസ്റ്റെക് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷനാണ്. ഇപ്പോൾ സാർക്ക് പോലെ അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൻ്റെ അലയൻസ് പോലെ ഒരു ഗ്രൂപ്പിംഗ് ആണ് ബിംസ്റ്റെക്. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ. അതിൽ തന്നെ ഉണ്ട് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നാണ് പറയുന്നത്. എക്കണോമിക് കോപ്പറേഷൻ, ഇതാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ആൻഡ് ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷനാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇന്ത്യ ബിംസ്റ്റെക്കിൽ അംഗമാണ്. ധാക്കയാണ് സംഘടനയുടെ ആസ്ഥാനം. പാകിസ്ഥാൻ ഈ സംഘടനയിൽ ഇല്ല. അതുകൊണ്ട് 1 and 2 മാത്രമാണ്. 3 തെറ്റാണ്. ഇപ്പോൾ ബിംസ്റ്റെക് എന്താണ്? ഒരു അലയൻസ് ആണ്, ഒരു ഗ്രൂപ്പിംഗ് ആണ് സൗത്ത് ഏഷ്യൻ നേഷൻസിൻ്റെ. ഈസ് ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് 7 സൗത്ത് ഏഷ്യൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പിംഗ് ആണ് സൗത്ത് ഏഷ്യൻ നേഷൻസിൻ്റെ. ഇതാണ് ബിംസ്റ്റെക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്, സൗത്ത് ഏഷ്യൻ നേഷൻസിൻ്റെ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് അറിയുന്നത് നല്ലതാണ്.